ഒരു ഖുദ്സിയായ ഹദീസ്, വളരെ സുദീർഘമായൊരു ഹദീസ്, ഖുദ്സിയായ ഹദീസാണ്. ഞാനത് ഓതുകയാണ്. വഇസ്സതി വജലാലി, അള്ളാഹു പറയുന്ന ഖുർആനല്ലാത്ത വഹീകൾക്കാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാം. അത് ഖുർആനല്ല. ഖുർആൻ നമുക്ക് നിസ്കാരത്തിൽ ഓതാൻ പറ്റും, ഖുർആൻ ഓതിയാൽ കൂലി കിട്ടും, ഖുർആൻ അള്ളാഹുവിൻ്റെ ഡയറക്റ്റ് സ്പീച്ചാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസും അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ്, പക്ഷേ ഖുർആൻ പോലെയല്ല. എന്താണ് ഇതിൽ അള്ളാഹു പറയുന്നത്? വഇസ്സതി വജലാലി, എൻ്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം, എൻ്റെ മഹത്വത്തെ തന്നെയാണ് സത്യം, എൻ്റെ അഭിമാനം തന്നെയാണ് സത്യം. അള്ളാഹു പറയാം. അത് അള്ളാഹു പറയുന്നതായിട്ടാണ് ഈ ഹദീസ് ഉണ്ടാവുക. ഇൻ അതാനി അബ്ദി ലൈലൻ ഖബിൽതുഹു, എൻ്റെ ദാസൻ രാത്രിയാണ് എന്നിലേക്ക് മടങ്ങി വരുന്നതെങ്കിൽ ഞാൻ അവനെ സ്വീകരിക്കും. വഇൻ അതാനി നഹാറൻ ഖബിൽതുഹു, പകലിലാണ് അവൻ എന്നോട് തൗബ ചെയ്ത് മടങ്ങുന്നതെങ്കിൽ ഞാൻ അവനെ സ്വീകരിക്കും. രാത്രിയും പകലും പ്രശ്നമല്ല. വഇൻ തഖറബ അബ്ദി വഇൻ തഖറബ മിന്നി ശിബ്റ തഖറബ്തു മിൻഹു ദിറാഅ, ഒരു ചാണാണ് എന്നിലേക്ക് ഒരാൾ അടുക്കുന്നതെങ്കിൽ ഒരു മുഴം ഞാൻ അവനിലേക്ക് അടുക്കും. അള്ളാഹു ഒരു മുഴം, അവനൊരു ചാണേ ഉള്ളൂ, അള്ളാഹു ഒരു മുഴം. വഇൻ തഖറബ മിന്നി ദിറാഅൻ തഖറബ്തു മിൻഹു ബാഅ, എന്നിലേക്ക് ഒരു മുഴമാണ് മനുഷ്യൻ അടുക്കുന്നതെങ്കിൽ ഞാൻ അവനിലേക്ക് ഒരു വാരം ഒന്നാകെ അവനിലേക്ക് ഞാൻ അടുക്കും. വഇൻ മശാ ഇലയ്യ ഹർവൽതു ഇലൈഹി, എന്നിലേക്ക് ഒരാൾ നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിയെത്തും. വഇൻ ഇസ്തഗ്ഫറനി ഗഫർതു ലഹു, എന്നോട് മാപ്പ് ചോദിച്ചാൽ ഞാൻ മാപ്പ് കൊടുക്കും. വഇൻ ഇസ്തഖാലനി അഖൽതുഹു, എന്നോടെങ്ങാനും പടച്ചവനെ എനിക്കത് വിട്ടുതാ, എന്നെ നീ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞാൽ ഞാനതിന് വിട്ടുകൊടുക്കും, ഒഴിവാക്കി കൊടുക്കും. വഇൻ താബ ഇലയ്യ ഖബിൽതുഹു, എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ഖബിൽതുഹു, ഞാൻ അവനെ സ്വീകരിക്കും. വഇൻ അഖ്ബല അലയ്യ തലഖൈതുഹു മിൻ ബഈദ്, ദൂരെ നിന്നാണ് എന്നിലേക്ക് അവൻ മടങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവൾ മടങ്ങുന്നതെങ്കിൽ, എന്നിലേക്ക് വരുന്നതെങ്കിൽ തലഖൈതുഹു മിൻ ബഈദ്, ഒരുപാട് അകലെ നിന്ന് ഞാൻ അവരെ സ്വീകരിക്കും. വഇൻ അഅറദ അന്നി നാദൈതുഹു മിൻ ഖരീബ്, എന്നിൽ നിന്ന് മുഖം തിരിച്ചവർ പോവുകയാണെങ്കിൽ, എന്നെ വേണ്ട എന്ന് പറഞ്ഞവർ പോവുകയാണെങ്കിൽ അരികത്ത് ചെന്ന് ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കും. വമൻ തറക ലിഅജ്ലി അഅതൈതുഹു ഫൗഖൽ മസീദ്, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ വിചാരിച്ച് എനിക്ക് ആ ജോലി വേണ്ട, എൻ്റെ അത് പലിശയുമായി ബന്ധപ്പെടുന്ന ജോലിയാണ്, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് നിങ്ങളത് ഒഴിവാക്കിയാൽ അഅതൈതുഹു ഫൗഖൽ മസീദ്, അവന് ലഭിക്കാവുന്നതിൽ ഏറ്റവും അധികം എത്രയോ അതിലും കൂടുതൽ അള്ളാഹു അവർക്ക് നൽകും. വമൻ ഇസ്തആന ബിഹൗലി വഖുവതി അലൻതു ലഹുൽ ഹദീദ്, ആരെങ്കിലും എൻ്റെ ഹൗല് ഖുവത്ത് കൊണ്ട് സഹായം ചോദിച്ചാൽ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവേ നീ നൽകുന്ന സഹായമേ ഉള്ളൂ, നീ നൽകുന്ന കഴിവേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് കഴിവ് നൽകണമേ എന്ന് എന്നോട് ആരെങ്കിലും കഴിവ് ചോദിച്ചാൽ അലൻതു ലഹുൽ ഹദീദ്, ഇരുമ്പ് പോലും ഞാൻ അവന് സോഫ്റ്റാക്കി കൊടുക്കും. എത്ര സങ്കീർണമായ പ്രശ്നമാണെങ്കിലും അള്ളാഹു അതവർക്ക് ലഘൂകരിച്ചു കൊടുക്കും. വമൻ അറാദ മുറാദി അറത്തുഹു മാ യുരീദ്, ആരെങ്കിലും എൻ്റെ വിഷയമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അവരുടെ ഉദ്ദേശമെന്തോ അത് ഞാൻ എൻ്റെ ലക്ഷ്യമാക്കും. ഒക്കെ ഹിക്മത്തിൻ്റെ കലാമുകളാണ്, കുറഞ്ഞ വരികളാണ്, പക്ഷെ ഭയങ്കര ആശയങ്ങളാണ്. വമൻ അറാദ മുറാദി അറത്തുഹു മാ യുരീദ്, നിങ്ങളിൽ ആരാണോ മനുഷ്യരിൽ നിന്ന് എൻ്റെ മുറാദ് ലക്ഷീകരിക്കുന്നത്, അള്ളാഹുവിനെ ലക്ഷ്യമാക്കി ജീവിക്കുന്നതെങ്കിൽ അറത്തുഹു മാ യുരീദ്, ആ മനുഷ്യനുദ്ദേശിക്കുന്നത് ഞാൻ അവർക്ക് ഉദ്ദേശിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നടപ്പിലാക്കി കൊടുക്കും. അഹ്ലു ദിക്രി അഹ്ലു മവദ്ദതി,
എനിക്ക് ദിക്ർ ചൊല്ലുന്ന ആളുകൾ എൻ്റെ മവദ്ദത്തിൻ്റെ ആളുകളാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം. ദിക്ർ ചൊല്ലുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടിയ ആളുകളാണ്. വഅഹ്ലു ശുക്രി അഹ്ലു സിയാദതി, എന്നോട് ശുക്ർ ചെയ്യുന്നവർ അത് നന്മയിൽ ഏറെ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ എൻ്റെ കൂട്ടരാൻ. അഹ്ലു സിയാദ, ചെയ്തതിന് പ്രതിഫലം കൊടുക്കും, പക്ഷെ അതിൽ ഏറെ കൊടുക്കും, അത് ശുക്ർ ചെയ്യുന്നവർക്കാണ്. അഹ്ലു ത്വാഅതി അഹ്ലു കറാമതി, എന്നെ അനുസരിച്ച് ജീവിക്കുന്നവർ ഞാൻ ബഹുമാനിക്കുന്ന വിഭാഗമാണ്. അഹ്ലു കറാമതി, എൻ്റെ ബഹുമാനം ലഭിക്കുന്ന വിഭാഗമാണ് എന്നെ അനുസരിച്ച് ജീവിക്കുന്നവർ. എന്നാൽ അഹ്ലു മഅസിയതി, തിന്മ ചെയ്ത് ജീവിക്കുന്നവർ, ലാ ഉഖന്നിതുഹും മിൻ റഹ്മതി, എൻ്റെ റഹ്മത്തിൽ നിന്ന് അവരെ ആരെയും ഞാൻ നിരാശരാക്കുന്നില്ല. അള്ളാഹുവിനെ വഴിപ്പെടാതെ തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നവർക്ക് എൻ്റെ റഹ്മത്ത് കിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. ഇൻ താബൂ ഫഅന ഹബീബുഹും, അവർ തൗബ ചെയ്ത് മടങ്ങിയാൽ ഞാൻ അവരുടെ ഹബീബാണ്. വഇൻ ലം യതൂബൂ ഫഅന തബീബുഹും, അവർ തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ ഫഅന തബീബുഹും, ഞാൻ അവരുടെ ഡോക്ടറാണ്. തൗബ ചെയ്ത് മടങ്ങിയാൽ ഞാൻ അവരുടെ ഹബീബാണ്. അവർ തൗബ ചെയ്യാതെ അങ്ങനെ നടക്കുകയാണ്, ഞാൻ അവർക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവരെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അബ്തലീഹിം ബിൽ മസായിബ്, പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ അവരെ പരീക്ഷിക്കുന്നു. ലിയുതഹിറഹും മിനദ്ദുനൂബി വൽ മആയിബ്, തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് അവരെ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ് പരീക്ഷണങ്ങൾ ഒന്നിനു മീതെ മറ്റൊന്നായി ഞാൻ നൽകുന്നത്. അഷ്കുറുൽ യസീറ മിനൽ അമൽ, ചെറിയ ഒരു നന്മ ചെയ്താൽ പോലും ഞാനത് വില കൽപ്പിക്കുന്നുണ്ട്, ഞാനതിന് നിങ്ങളോട് നന്ദി പറയുന്നുണ്ട്. വഅഗ്ഫിറുൽ കസീറ മിനസ്സലൽ, നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് 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 തെറ്റുകൾക്ക് ഞാൻ മാപ്പ് നൽകുന്നുണ്ട്. റഹ്മതി സബഖത് ഗളബി, എൻ്റെ ദേഷ്യത്തേക്കാൾ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ കാരുണ്യമാണ്. അല്ലാഹു പറയണതൊക്കെ. വഹിൽമി സബഖ മുആഖദതി, എൻ്റെ ശിക്ഷയുടെ മുമ്പിൽ നിൽക്കുന്നതാണ് എൻ്റെ ക്ഷമയും എൻ്റെ സഹനവും. അള്ളാഹുവിൻ്റെ സഹനം അത് അള്ളാഹുവിൻ്റെ മുആഖദത്ത് എന്ന ശിക്ഷ നടപ്പാക്കുക എന്ന സ്വഭാവത്തിൻ്റെ മുന്നിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം നടക്കുന്നത് സഹനമാണ്, അത് കഴിഞ്ഞിട്ടേ ശിക്ഷ വരുന്നുള്ളൂ. ആദ്യം അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, അതിൻ്റെ പിറകെയാണ് അള്ളാഹുവിൻ്റെ ഗളബ്. വഅഫ്വി സബഖ ഉഖൂബതി, എൻ്റെ ശിക്ഷയുടെ മുമ്പ് എൻ്റെ മാപ്പുണ്ട്, ഞാൻ മാപ്പ് നൽകുക എന്ന സ്വഭാവം എൻ്റെ ശിക്ഷയുടെ മുന്നിലുണ്ട്. ശിക്ഷ നൽകപ്പെടുന്നതിന് മുമ്പ് ഞാൻ മാപ്പ് ചെയ്യുന്നവനാണ്. വഅന അർഫഉ ബിഅബ്ദി മിനൽ ഉമ്മി ബിവലദിഹാ, ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനോട് റഹ്മത്ത് കാണിക്കുന്നതിലേറെ എൻ്റെ സൃഷ്ടികളോട് ഞാൻ റഹ്മത്ത് കാണിക്കുന്നവനാണ്. ഇതിനാണ് വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു الذين يتبعون الشهوات أن تميلوا ميلا عظيما. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. മനുഷ്യർ തെറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞത് മനുഷ്യരിൽ നടക്കൂല. ഇമാമുന അലി റളിയല്ലാഹു തആല അൻഹു, അലിയുൻ കറമല്ലാഹു വജ്ഹ, മഹാനവറുകൾ പറഞ്ഞു, അൽ മലായികത്തു റുക്കിബ മിൻ അഖ്ലിൻ ബിലാ ഷഹ്വ, മലക്കുകളെ അള്ളാഹു പടച്ചു ബുദ്ധി കൊടുത്തിട്ട്, ബിലാ ഷഹ്വ, അവർക്ക് വികാരമില്ല. ഭക്ഷണം കഴിക്കാനുള്ള വികാരമല്ല, എന്തെങ്കിലും ഉണ്ടാക്കണം എന്നല്ല വികാരമില്ല, വൈകാരികമായ വികാരമില്ല, ഒരു വികാരവുമില്ല. അവർക്ക് അള്ളാഹു ബുദ്ധി കൊടുത്തു. ഒരു തിന്മയിലേക്ക് അവർ പോകുന്നില്ല, ഒരു നന്മയിലേക്കും അവരായിട്ട് വിചാരിച്ച് വരുന്ന അങ്ങനെ ഒരു ഷഹ്വത്തും അള്ളാഹു കൊടുത്തിട്ടില്ല. വൽ ഹയവാൻ റുക്കിബ മിൻ ഷഹ്വത്തിൻ ബിലാ അഖ്ലിൻ, എല്ലാ ജീവികൾക്കും അള്ളാഹു ഷഹ്വത്ത് കൊടുത്തു, വികാരം കൊടുത്തു. തിന്നാനും കടിക്കാനും പിടിക്കാനും ചാടാനും ഓടാനും ഇണകളുമായി കൂടിക്കലരാനും ഒക്കെയുള്ള വികാരം കൊടുത്തു. ബിലാ അഖ്ലിൻ, അവർക്കുള്ള ബുദ്ധി കൊടുത്തിട്ടില്ല. അള്ളാഹു ബുദ്ധി കൊടുത്തിട്ടില്ല, ബാക്കിയെല്ലാം ഉണ്ട് അവർക്ക്. വൽ ഇൻസാൻ, മനുഷ്യനാണെങ്കിലോ
റുക്കിബ മിൻ അഖ്ലിൻ വശഹ്വ. അള്ളാഹു മനുഷ്യന് ബുദ്ധിയും കൊടുത്തു, ഷഹ്വത്തും കൊടുത്തു. ആ വികാരമുള്ളത് കൊണ്ടാണ്, വികാരം എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ പലതരത്തിലുള്ള, ചിലർക്ക് പൈസ ഉണ്ടാക്കാനാകാൻ ആഗ്രഹം, ചിലർക്ക് പ്രശസ്തിയായിരിക്കും ആഗ്രഹം, ചിലർക്ക് കള്ളുടിക്കാനായിരിക്കും ആഗ്രഹം, എന്തെങ്കിലും ആഗ്രഹങ്ങൾ കാണും. ആ ഷഹ്വാനീയത്തിലൂടെ മനുഷ്യൻ ജീവിക്കുന്നു. അതിനെ ബുദ്ധി കൊണ്ട് അല്ലാഹു നന്മയിലേക്ക് വിളിച്ചു, ഷഹ്വത്ത് കൊണ്ട് നമ്മെ തിന്മയിലേക്കും വിളിക്കാൻ. ഇതിലേതിനാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നത്, അതിനാണ് അല്ലാഹു സ്വർഗം നമുക്ക് പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ട് മനുഷ്യനിൽ നിന്ന് തെറ്റ് സംഭവിക്കാതിരിക്കുക എന്നത് സാധ്യമല്ല. മലക്ക് അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കൊഴികെ. മുർസലീങ്ങൾ, അമ്പിയാക്കന്മാർ അവർ മഅസൂമീങ്ങളാണ്. അവരെ അല്ലാഹു പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാക്കി വെച്ചിട്ടുണ്ട്. നബിമാർ അവർ തെറ്റ് ചെയ്യൂല. പക്ഷെ നമ്മളങ്ങനെയല്ലല്ലോ, നമ്മളും തെറ്റ് സംഭവിക്കും. കുല്ലു ബിനു ആദമ ഖത്താ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് സംഭവിക്കും. പക്ഷേ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, ഈ തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവർ അല്ലാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ? അത്തൗബതു അന്നദം. തൗബ എന്നത് സങ്കടമാണ്. ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ 3 തരത്തിലാണ് അതിന് മറുപടി പറയാം. ഒന്നുകിൽ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയും. ചിലപ്പോൾ നുണയായിരിക്കും, ചിലപ്പോൾ സത്യമായിരിക്കും. ഞാനത് ചെയ്തിട്ടില്ല, ഓക്കെ. പിന്നെ പറയാം ഞാനത് ചെയ്തു, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരുന്നില്ല, അത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നതാണ്. രണ്ടാമത്തെ മറുപടി എങ്ങനെയാണ്? മൂന്നാമത്തെ ഒരു മറുപടി, ഞാൻ ആ തെറ്റ് ചെയ്തു, പറ്റിപ്പോയി, ഇനി ഞാനത് ചെയ്യൂല. ഈ മൂന്നാമത്തേതിനാണ് തൗബ എന്ന് പറയാം. ആദ്യത്തെ 2 മറുപടി തന്നെയാണ്, പക്ഷേ മൂന്നാമത്തേതാണ് തൗബ. സംഭവിച്ചു പോയി, നമ്മൾ ആ ഒരു തെറ്റ് നമ്മൾ അംഗീകരിക്കുകയാണ്. നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ കൺഫസ് ചെയ്യുന്നു, നമ്മൾ അംഗീകരിക്കുകയാണ്. തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്, ഇനി ഞാനത് ചെയ്യൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് റഹ്മത്ത് ചെയ്യുന്നത് കൊണ്ടാണ് തൗബക്ക് അവസരം തന്നത് എന്നാണ്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ, നിങ്ങളൊരു മാനേജറാണെന്ന് സങ്കല്പിക്കുക, നിങ്ങളൊരു എംപ്ലോയറാണ്, നിങ്ങൾക്കൊരുപാട് എംപ്ലോയീസ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നു. ഒരുത്തം വന്ന് 6 മാസമേ ആയിട്ടുള്ളൂ, ഒരുപാട് മിസ്റ്റേക്കുകൾ, നിങ്ങൾ ആ മിസ്റ്റേക്കൊക്കെ എഴുതി വെച്ചു. 6 മാസം പ്രൊബേഷൻ ടൈമാണ്, അല്ലെങ്കിൽ 3 മാസം പ്രൊബേഷൻ ടൈമാണ്. മുഴുവൻ തെറ്റുകളും മിസ്റ്റേക്കുകളും എഴുതി ആ ഫയൽ ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചു, ഈ മെയിലിൽ ഇങ്ങനെ മിസ്റ്റേക്ക് വന്നു, അവിടെ ഇങ്ങനെ ഡിലേ വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് തെറ്റുകളുണ്ട്. ഇതെല്ലാം കൂടെ നീ ഈ 3 മാസം കൊണ്ട് ചെയ്ത മിസ്റ്റേക്കുകളാണ്. അതുകൊണ്ട് യു ക്യാൻ ഗോ, ഇവിടെ ജോലിയില്ല. നേരെ മറിച്ച് ഓരോ തെറ്റ് സംഭവിച്ചപ്പോഴും വിളിച്ചു, പിന്നെ ഇവിടെ ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ട്, ആ മിസ്റ്റേക്ക് നീ ഇങ്ങനെ തിരുത്തിയാൽ ഇത് കറക്റ്റാവും. ഈ തെറ്റ് ഇനി ആവർത്തിക്കരുത്, ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ കറക്റ്റാണിത്, അതുകൊണ്ട് നിങ്ങളിത് തിരുത്തണം. പിന്നെ അവിടെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, അതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോന്നും തിരുത്തി കൊടുത്തു വന്നാൽ ആ മനുഷ്യനോട് ആദ്യം ചെയ്തത് അദിലാണ്, നീതിയാണ്. ഇപ്പോൾ ചെയ്തത് റഹ്മത്താണ്, കരുണയാണ്. നീതി എന്താണോ അർഹിക്കുന്നത് നീതിയാണ്. ഇപ്പം നിങ്ങൾക്കൊരാൾ കടം തിരിച്ചു തരാനുണ്ട്, ആ കടം നിങ്ങൾക്ക് ചോദിക്കാം, ആ കടം നിങ്ങൾക്ക് ആവശ്യപ്പെടാം, അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങളുടെ അവകാശമാണ്, അത് നിങ്ങളുടെ അദിലാണ്. നേരെ മറിച്ച് ഇപ്പോൾ അയാൾ പ്രയാസത്തിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ ഞാനത് വിട്ടുകൊടുക്കുകയാണ്, അത് നിങ്ങൾ ചെയ്യുന്ന റഹ്മത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്തവർക്ക് മുഴുവൻ, തെറ്റ് ചെയ്തവരെല്ലാം ബ്ലാക്ക് ലിസ്റ്റിലാണ്, അവർ എൻ്റെ ശിക്ഷ അർഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് അല്ലാഹു തെറ്റുകൾക്ക് തിരുത്താൻ അവസരമില്ലാതെ അല്ലാഹു നമുക്ക് ശിക്ഷ നൽകുകയാണെങ്കിൽ അത് അല്ലാഹുവിൻ്റെ അദിലാണ്, അല്ലാഹുവിൻ്റെ നീതിയാണ്. അപ്പോൾ അള്ളാഹിനെ പറ്റി അനീതി എന്ന് പറയാൻ പറ്റില്ല, അത് അല്ലാഹുവിൻ്റെ നീതിയാണ്. പക്ഷേ തെറ്റുകൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്നോട് മാപ്പ് ചോദിക്കാം, ഞാനത് പുറത്തു തരും, ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കിത്തരും എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ റഹ്മത്താണ്. അതുകൊണ്ട് തൗബ അല്ലാഹു ചെയ്ത ഏറ്റവും വലിയൊരു റഹ്മത്താണ്. തായിബ് എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്നവൻ, തവ്വാബ്, തൗബ ഒരുപാട് സ്വീകരിക്കുന്നവനാണ് അല്ലാഹു ജല്ല ജലാലു. അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. നമ്മുടെ മക്കളെ ഏതെങ്കിലും നാട്ടിലേക്ക്
പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുക, അവർ ഓക്സ്ഫോർഡിലേക്ക് പോകുന്നു, കാംബ്രിഡ്ജിലേക്ക് പോകുന്നു, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊടുത്തു. അവൻ്റെ കയ്യിൽ കിടക്കട്ടെ, ഒരു 5,000 പൗണ്ട്, ഒരു 50,000 പൗണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു. 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് നീ വാ. 5 വർഷം വരെ ഒന്നും നിങ്ങൾ ആലോചിച്ചില്ല, അവനങ്ങ് പറഞ്ഞു വിട്ടതാണ്. 5 വർഷത്തിനിടയ്ക്ക് അവൻ പഠിച്ച് പഠനം പൂർത്തിയായി വരണമെന്ന് ആഗ്രഹിച്ചതാണ്. നോക്കുമ്പോൾ അവനൊരു ചുക്കും ചെയ്തിട്ടില്ല, ആകാശം കൊണ്ട് അടിച്ചു പൊളിച്ച് നടന്ന് എന്തോ കുരുത്തക്കേട് കളിച്ച് തീർത്തതാണ്. അവൻ 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. നിങ്ങൾക്കവനെ വിചാരണ ചെയ്യാം. ആ വിചാരണ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ നീതിയാണ്. നേരെ മറിച്ച് പറഞ്ഞു വിട്ട് അപ്പോഴേക്കും അവൻ അവിടെ എത്തിയപ്പോഴേക്കും നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചു, എന്താണ് അവസ്ഥ, എന്താണ് അക്കോമഡേഷൻ, എങ്ങനെയാണ് ക്ലാസ്, എപ്പോഴാണ് നിൻ്റെ ലെസൺ ആരംഭിക്കുന്നത്, എപ്പോഴാണ് അവസാനിക്കുന്നത്, എങ്ങനെയാണ് ഭക്ഷണം, എങ്ങനെയാണ് താമസം. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, എപ്പോഴാണ് എക്സാം, റിസൾട്ട് വന്നോ ഇല്ലയോ. ഇങ്ങനെ തുടങ്ങി ഓരോന്നും ചോദിച്ച് ഇടയ്ക്ക് നിങ്ങൾ പൈസ ക്യാഷ് കൊടുക്കുന്ന കുറച്ചൊന്ന് പിടിച്ചു വെച്ചു. ചിലതിൽ അവനെ ശാസിച്ചു, ഒന്ന് അവനോട് വഴക്ക് പറഞ്ഞു, പിന്നെ നിങ്ങൾ അയച്ചു കൊടുത്തു, പിന്നെ പിടിച്ചു വെച്ചു, പിന്നെയും അവനെ ശാസിച്ചു, അങ്ങനെ നന്നാക്കിയെടുത്തു. അങ്ങനെ അവനെ ശിക്ഷിച്ചും ഗുണദോഷിച്ചും സ്നേഹിച്ചും നിങ്ങൾ ആ ഒരു 5 കൊല്ലം അവൻ്റെ കോഴ്സ് പൂർത്തിയാക്കുന്നവരെ അവൻ്റെ കൂടെ നടന്നു. അവൻ നല്ല 1-ാം നമ്പർ റിസൾട്ടോടുകൂടെ പാസ്സായി വന്നു. ഇത് നിങ്ങൾ അവനോട് ചെയ്ത റഹ്മത്താണ്. ആദ്യം ചെയ്തത് നിങ്ങളുടെ നീതിയാണ്. പഠിക്കാൻ ആവശ്യമായത് മുഴുവൻ നിങ്ങൾ കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്താണ് അല്ലാഹു നമ്മളോട് ചെയ്യുന്നത്. അതിൽ മാത്രമല്ല, അല്ലാഹു റഹ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റഹ്മത്തിൻ്റെ ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നൽകുന്നത്. അതാണ് ആ ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത്. അഹ്ലു മഅസിയതി ലാ ഉഖന്നിതുഹും മിൻ റഹ്മതി. ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടക്കുന്ന ആളുകളെ എൻ്റെ റഹ്മത്തിൽ നിന്ന് ഞാൻ നിരാശരാക്കുന്നില്ല. നിസ്കരിക്കാത്തവർ, അള്ളാഹുവിനെ പറ്റി ചിന്തയില്ലാതെ നടക്കുന്നവർ, അവരൊന്നും ഇനി പള്ളിയിലേക്ക് വരണ്ട, അവരൊന്നും ഇനി എന്നെപ്പറ്റി ആലോചിക്കേണ്ട, അവർക്കൊന്നും ഇനി സ്വർഗം ആലോചിക്കന്നെ വേണ്ട, ഇതൊന്നും ഞാൻ പറയുന്നില്ല. അള്ളാഹു പറയാണ്, അവർക്ക് ഇനിയും അവസരമുണ്ട്, ഇനിയും അവസരമുണ്ട്. അഹ്ലു ദിക്രി അഹ്ലു മവദ്ദതി വഅഹ്ലു ശുക്രി അഹ്ലു സിയാദതി അഹ്ലു തആഅതി അഹ്ലു കറാമതി വഅഹ്ലു മഅസിയതി ലാ ഉഖന്നിതുഹും മിർ റഹ്മതി ഇൻ താബൂ ഫഅന ഹബീബുഹും വഇൻ ലം യതൂബൂ ഫഅന തബീബുഹും. അവർ തൗബ ചെയ്ത് എന്നിലേക്ക് മടങ്ങി വരികയാണ്. അല്ലാഹുവേ, തെറ്റുപറ്റിപ്പോയി, പടച്ചതമ്പുരാൻ ഇല്ല എന്ന നിരീശ്വരവാദം പറഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ്റെ ഒരു മോൾക്ക് ഗുരുതരമായൊരു അസുഖം വന്ന് സർവ്വതിനോടും പുച്ഛമായിരുന്ന ഒരു പിതാവ്, ഇസ്ലാം എന്നാൽ അത് ഖുറാഫാത്തുകളാണ്, അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞിരുന്നൊരു ഉപ്പ, സ്വന്തം പിഞ്ചുമോൾക്കൊരു അസുഖം വന്നിട്ട് അത് 1,00,000 കുട്ടികളിൽ ഒരാൾക്ക് വരുന്ന അസുഖമാണ്. ചികിത്സിക്കാൻ കഴിയില്ല, കൊണ്ടുപോകാത്ത ഇടങ്ങളില്ല, അസുഖം മാറുന്നില്ല. അപ്പോഴാണ് എപ്പോഴോ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു ഓർമ്മ വന്നത്, പടച്ചവനെ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, അങ്ങനെയാണ് പറഞ്ഞത്. നീ ഉണ്ട് എന്ന് ചില ആളുകൾ പറയുന്നു, എനിക്കത് വിശ്വാസമില്ലായിരുന്നു, പക്ഷേ ഞാനൊന്ന് വിളിക്കുകയാണ്, പടച്ചവനെ, നീ എന്നൊരുത്തനുണ്ടെങ്കിൽ, എൻ്റെ കുഞ്ഞിന് നീ എങ്ങാനും ശിഫ നൽകുകയാണെങ്കിൽ പിന്നീട് ഞാൻ ഒരിക്കലും തെറ്റു ചെയ്ത് ജീവിക്കുകയില്ല, നിന്നിൽ വിശ്വസിക്കുന്ന 1-ാം തരം വിശ്വാസിയായി ഞാൻ മാറുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ 2 റക്അത്ത് ആദ്യമായി നിസ്കരിച്ചുകൊണ്ട് ആ മനുഷ്യൻ മനമുരുകെ പ്രാർത്ഥിച്ചതിൻ്റെ പിറകെ അള്ളാഹു കുട്ടിക്ക് ശിഫ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തആല പറയുന്നു, അബ്തലീഹിം ബിൽ മസായിബ്, ചില ആളുകൾക്ക് ഞാൻ പരീക്ഷണങ്ങൾ കൊടുക്കുന്നു, ലിയുത്ഹിറഹും മിനദ്ദുനൂബി വൽ മആയിബ്, അവരുടെ തെറ്റുകളിൽ നിന്ന് അവരെ ഞാൻ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ്. ബിസിനസ് ഒരുപാട് വളർന്നു, ഒരുപാട് കാശുണ്ടായി, ഒരുപാട് കാശുണ്ടായപ്പോൾ ആ ബിസിനസ്സുകളൊക്കെ അതുകൊണ്ടുണ്ടായ ലാഭം കൊണ്ടൊന്ന് ആസ്വദിക്കണം, ഒന്ന് അടിച്ചു പൊളിക്കണം. അപ്പോൾ തീരുമാനിച്ചു USA പോകാം. അയാൾ ടിക്കറ്റൊക്കെ എടുത്തു, റെഡിയായി. അവിടെ ചെന്ന് എന്ത് തിന്മ ചെയ്താലും ആരും അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു പോയതാണ്. ഹോട്ടൽ റൂമിലേക്ക് കയറുമ്പോഴാണ് കാലിനെന്തോ ഒരു ബാലൻസ് കുറവ്. സുബ്ഹാനല്ലാഹ്. ഡോക്ടറുടെ അടുത്തേക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഗുരുതരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്.
ഗുരുതരമായൊരു രോഗത്തിൻ്റെ അടിമയാണ് താനെന്ന് തിരിച്ചറിയുകയാണ്. പിന്നെ നേരെ നാട്ടിലേക്ക് തിരിച്ച് ഫ്ലൈറ്റ് ഇങ്ങോട്ട് വന്നു. അനുഭവ കഥകളാണ് ഞാൻ പറയുന്നത്, സ്ഥലവും നാടൊന്നും ഞാൻ പറയില്ല. നമുക്ക് ആ വിഷയം മനസ്സിലാവണം. അയാൾ തിരിച്ചു വന്നു. ആ തിരിച്ചു വരവിലൂടെയാണ് പിന്നെ നന്മയിലേക്ക് വരണമെന്ന ആഗ്രഹമുണ്ടായത്. പിന്നെ അവർ കേൾക്കാത്ത വഅദുകളില്ല, അവരിരിക്കാത്ത ദീനിൻ്റെ സദസ്സുകൾ, സാധ്യമായതെല്ലാം ചെയ്തു. ആ കുടുംബം പിന്നെ ഹിജാബിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ജീവിതത്തിലുമായി മാറി. എന്തേ കാരണം? ഒരസുഖം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചതാണ്. ആ അസുഖം അള്ളാഹു നൽകിയില്ലായിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ തിന്മയിലായി കുളിച്ചങ്ങ് മരിച്ചു പോയാൽ നാളെ അദാബല്ലേ, നാളെ രക്ഷയുണ്ടോ? അതുകൊണ്ട് അബ്തലീഹിം ബിൽ മസ്വാഇബി ലിയുതഹിറഹും മിനൽ ദുനൂബി വൽ മആയിബ്, എല്ലാവിധ തെറ്റുകളിൽ നിന്നും നിങ്ങളെ ശുദ്ധിയാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് മുസീബത്ത് നൽകുന്നവനാണ്. എന്താ പരീക്ഷണങ്ങൾ? ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കുന്നത്. കൊറോണ വന്നപ്പോൾ നമ്മൾ ഒരുപാട് കണ്ണു തുറന്നു. അതിന് മുമ്പൊന്നും നമ്മൾ മനസ്സിലാക്കാത്ത പല സത്യങ്ങളും പല ആളുകൾക്കും മനസ്സിലായത് കോവിഡ് വന്നു പോയപ്പോഴാണ്. അതെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയെന്നേ പറയാൻ പറ്റൂ, പോയി എന്ന് പറയാനായില്ല. അപ്പോഴാണ് ചിലതൊക്കെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത്. ഇങ്ങനെയൊക്കെയാണല്ലേ ലൈഫ് എന്ന് പറഞ്ഞാൽ, ഇതെന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരിച്ചത്. ഇത് ഇത്രേ ആയുസ്സുള്ളല്ലേ, ആയുസ്സിന് ഇത്രേ വിലയുള്ളല്ലേ. മനുഷ്യൻ നിസ്സാരനാണെന്ന് മനസ്സിലാക്കാൻ അള്ളാഹു എത്ര പെട്ടെന്നാണ് നമുക്ക് അനുഭവങ്ങൾ തന്നത്. നമ്മൾ എത്ര നിസ്സാരന്മാരാണ്. മൂക്കിലൂടെ ശ്വസിക്കുന്ന ശ്വാസം 60 സെക്കൻഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ വലിയുന്നില്ലെങ്കിൽ കഴിഞ്ഞു. ഒരു ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നഴ്സുമാരും ഡോക്ടർമാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ എന്നെ രക്ഷപ്പെടുത്തോ കണ്ണിലൂടെ നോക്കുക എന്നല്ലാണ്ട് അല്ലാഹു ജല്ല ജലാലുവിനല്ലാതെ ഇടപെടാൻ കഴിയില്ല. മനുഷ്യനെ അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, നീ നിസ്സാരനാണ്, ഇത് മനസ്സിലാക്കിക്കോ. അബ്തലീഹിം ബിൽ മസ്വാഇബി ലിയുതഹിറഹും മിനൽ ദുനൂബി വൽ മആയിബ്, എല്ലാവിധ തെറ്റുകളിൽ നിന്നും മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങളെ ശുദ്ധിയാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകുന്നുണ്ട്. അഷ്കുറുൽ യസീറ മിനൽ അമൽ വഅഗ്ഫിറുൽ കസീറ മിനസ് സലൽ, നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളോട് ഞാനതിന് ശുക്ർ ചെയ്യുന്നവനാണ്. ആര്? അള്ളാഹു പറയാൻ, നിങ്ങൾ ചെയ്യുന്ന ചെറിയ അമൽ എനിക്കിഷ്ടമാവുന്നുണ്ട്. വലുതന്നെ വേണമെന്നല്ല, നിങ്ങൾ ചെയ്യുന്ന ചെറുതിന് പോലും ഞാൻ നിങ്ങൾക്ക് കൂലി തരും. വഅഗ്ഫിറുൽ കസീറ മിനസ് സലൽ, നിങ്ങളുടെ കാലിടർച്ചയായി നിങ്ങളിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകൾ, നിങ്ങൾ പറയുന്ന വാക്കുകൾ, ഭാര്യ ഭർത്താവിനോട് പറയുന്നത്, ഭർത്താവ് ഭാര്യയോട് പറയുന്നത്, ഉമ്മയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു പോയത്, ഉപ്പയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയത്, ജ്യേഷ്ഠനുജന്മാരോട് സംസാരിച്ചപ്പോൾ നാവിൽ നിന്ന് വന്ന അപമര്യാദയുള്ള വാക്കുകൾ, ഇതിൽ പലതും നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യരുമായുള്ള ബന്ധങ്ങളിൽ വന്നത് അവരും നിങ്ങളും തമ്മിൽ പൊരുത്തപ്പെടിച്ചാൽ പിന്നെ അള്ളാഹു അത് പൊരുത്തപ്പെട്ടു തരികയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാ ഹബീബിൻ്റെ അവസാനത്തെ ഹജ്ജാണ്. ഹജ്ജത്തുൽ വിദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിനോട് യാത്ര പറഞ്ഞ ഹജ്ജാണത്. ഇനി ഒരിക്കലും ഒരു ഹജ്ജിന് തങ്ങൾ പിന്നെ വന്നിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് അല്ലാഹു ജല്ല ജലാലു ഹബീബിനോട് പറയുന്നുണ്ട്, നബിയേ, അങ്ങയുടെ ഉമ്മത്തികളും ഞാനും തമ്മിലുള്ളത് ഞാൻ അവർക്ക് വിട്ടുകൊടുക്കും. പക്ഷേ ലാ അഗ്ഫിറു ഫീമാ ബൈനഹും വബൈനൽ ഇബാദ്, മനുഷ്യരും തമ്മിലുള്ളത് പുറത്തു കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അവർ തമ്മിൽ പൊരുത്തപ്പെടുന്നവരെ, ഞാനും അവരും തമ്മിലുള്ളത് എന്നോട് മാപ്പ് ചോദിച്ചാൽ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കും. അള്ളാഹു തവ്വാബാണ്, പശ്ചാത്താപം ഒരുപാട് സ്വീകരിക്കുന്നവനാണ് അള്ളാഹു നിങ്ങൾ ഒരു നേരം തൗബ ചെയ്താൽ അവസാനിപ്പിക്കല്ലേ. നമ്മുടെ തൗബ എന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു റഹ്മത്താണ്. പിശാച്ചാണെങ്കിലോ റഹ്മത്തിൽ നിന്ന് നമ്മെ നിരാശപ്പെടുത്തുന്നവനാണ്. ശരിക്കും മനസ്സിലാക്കണം, തൗബ എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന റഹ്മത്താണ്. പിശാച്ചാണെങ്കിലോ റഹ്മത്തിൽ നിന്ന് നമ്മളെ നിരാശനാക്കുന്നവനാണ്. അതായത് ഒരിക്കലും തെറ്റ് ചെയ്തിട്ട് റബ്ബേ ഇനി ഞാൻ തെറ്റ് ആവർത്തിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ ഉംറക്ക് പോയപ്പോഴോ ഹജ്ജിന് പോയപ്പോഴോ റസൂലുള്ളാഹി തങ്ങളുടെ റൗദയിൽ വെച്ചിട്ടോ മസ്ജിദുൽ നബവിയിലോ മസ്ജിദുൽ അഖ്സയിലോ മസ്ജിദുൽ ഹറാമിലോ ഇങ്ങനെ പുണ്യമായ ഇടങ്ങളിലോ മഹാന്മാരുടെ മസാറുകളിലോ വെച്ചിട്ടെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സത്യം ചെയ്തു പറഞ്ഞ വിഷയം നമുക്ക് തെറ്റുപറ്റിപ്പോവും. ചിലപ്പോൾ നമ്മൾ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കും. അപ്പോൾ പിശാചുവെന്ന് പറയുന്നുണ്ട്
നീ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് നിനക്ക് നാണമില്ലടോ അള്ളാഹുവിനോട് വീണ്ടും തൗബ ചെയ്യാൻ? നിൻ്റെയൊക്കെ കഥ കഴിഞ്ഞില്ലേ? അള്ളാഹുവിൻ്റെ ഹദറത്തിൽ വെച്ചിട്ടല്ലേ, കഅബാലയത്തിൻ്റെ മുമ്പിൽ വെച്ചല്ലേ നീ അന്നാ തൗബ ചെയ്തത്? അത് നീ വാക്കുപാലിച്ചോ? അള്ളാഹു നിന്നെയൊന്നും വകവയ്ക്കില്ല, അള്ളാഹു നിന്നെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് റഹ്മത്തായ തൗബയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ പിശാച് പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മൾ ആ ചെയ്ത തെറ്റിനേക്കാളും വലിയ തെറ്റാണ് അള്ളാഹു നമ്മെ സ്വീകരിക്കില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. അഅ്ളമു ദംബൻ, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ കുറ്റമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ആ വിശാലമായ റഹ്മത്തിലേക്കൊന്നും എൻ്റെ ഈ പാപം കൊണ്ട് എനിക്ക് കയറാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചു പോവല്ലേ, വീണ്ടും തൗബ ചെയ്യുക. അലി റളിയല്ലാഹു അൻഹുവിനോടല്ലേ ചോദിച്ചത്, ഇലാ മതാ, എത്ര കാലം ഇങ്ങനെ തൗബ ചെയ്യും? ഞാനിത് ചെയ്യൂല, വീണ്ടും ചെയ്തു. ഞാനിത് ചെയ്യൂല റബ്ബേ, വീണ്ടും ചെയ്യുന്നു. എത്ര കാലം? ഹത്താ യകൂന ശൈത്വാനു ഹുവൽ മഹ്സൂർ, പിശാചിന് തോന്നണം ഇവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല, അവൻ എന്തായാലും തൗബ ചെയ്ത് മടങ്ങും, ഇവനെ കൊണ്ട് ഞാൻ പഴപ്പിച്ചിട്ട് ഇവനെ കാര്യമില്ല, അവൻ എന്തായാലും നന്നാവും. അങ്ങനെ പിശാച് നിങ്ങളെ വിചാരിച്ച് നിങ്ങളെപ്പറ്റി നിരാശപ്പെടുന്നവരെ നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അള്ളാഹു തവ്വാബാൻ. മനുഷ്യൻ ഒരു നേരം പുറത്തു കൊടുക്കും, 2 തവണ പുറത്തു കൊടുക്കും, 3 തവണ, പിന്നെ ഡിസ്മിസ് ചെയ്യും അല്ലേ, സസ്പെൻഡ് ചെയ്യും ആദ്യം, പിന്നെ ഡിസ്മിസ് ചെയ്യും, അല്ലെങ്കിൽ ആദ്യം ഡിസ്മിസ് ചെയ്യും. അള്ളാഹു തവ്വാബാണ്. എത്ര തവണയാണ് നമ്മൾ തൗബ ചോദിക്കുന്നതെങ്കിൽ തന്നെയും അതിൻ്റെ എണ്ണം വിഷയമല്ല, നമ്മൾ ചോദിക്കുന്ന വിഷയത്തിൻ്റെ വലുപ്പം എത്രയുണ്ടോ, തിന്മയുടെ ഗാംഭീര്യവും ഗൗരവവും എത്രയുണ്ടോ, അതും അള്ളാഹുവിന് പ്രശ്നമല്ല. ലൗ ബലഗത് ദുനൂബുക അനാനസ്സമാ, നിന്റെ തെറ്റുകൾ നിങ്ങൾ അട്ടിയായി വെച്ചിട്ട് ആകാശം മുട്ടേ നിങ്ങളുടെ തെറ്റുകളുണ്ടെങ്കിൽ ഗഫർതുഹു ലക വലാ ഉബാലി, ഞാൻ നിനക്കത് മാപ്പ് ചെയ്തു തരും, എനിക്കത് പ്രശ്നമല്ല. അല്ലാഹു പറയാ, എനിക്കത് പ്രശ്നമല്ല. സബദൽ ബഹർ, സമുദ്രത്തിൻ്റെ നുരകളോളം. ഇത്രയും സമുദ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന അബുദാബിത്തെ സമുദ്രം മാത്രമല്ലല്ലോ, ഇതൊരു ഖലീജാണ്, ഇത് ഗൾഫാണ്, ഉൾക്കടലാണ് ഗൾഫ് എന്ന് പറയുക. അതുകൊണ്ടല്ലേ ഗൾഫ് കൺട്രീസ് ആയത്. ഇങ്ങനെ ഒരുപാട് ഗൾഫുകൾ ലോകത്തുണ്ട്, മഹാസമുദ്രങ്ങളില്ലേ. ഇതിൻ്റെയൊക്കെ കരകളിൽ കിടക്കുന്ന നുരകൾ എത്രയാണ്, ആ തിരമാലകളുടെ എണ്ണം എത്രയാണ്. അത്രയൊക്കെ തെറ്റ് നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും. അള്ളാഹുവിനത് എളുപ്പമാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല. ഏതൊക്കെ തെറ്റുകളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചാലും അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് അള്ളാഹു എവിടെയോ ഒരു മാറ്റം തന്നു, എവിടുന്നോ എനിക്ക് നന്നാവാനൊരു വിളിയാളം വന്നു, അങ്ങനെ നന്നായതാണ്. എത്ര ആളുകളുണ്ട്. യുസ്ലിഹുല്ലാഹു ഫീ യൗമിൻ വലൈല, ഒരു രാത്രി കൊണ്ട്, ഒരു ദിവസം കൊണ്ട് ചില ആളുകൾ അല്ലാഹു തആല സ്വലാഹിലേക്ക്, നന്മയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചിലർക്ക് അത്രയേ വേണ്ടൂ, പെട്ടെന്ന് അവരങ്ങ് സ്വാലിഹീങ്ങളായി മാറും. അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലു അശ്ശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നവരെ 2 സമയം വരെയാണ് തൗബ അല്ലാഹു വെച്ച്. 2 സമയം വരെ നമുക്ക് തൗബ ചെയ്യാം. ആ 2 ടൈം ആയിക്കഴിഞ്ഞാൽ പിന്നെ لا تنفع نفسا إيمانها لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. ഒന്ന് റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ, മറ്റൊന്ന് സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിച്ചു കഴിഞ്ഞാൽ. സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂമി ഇടത്തു നിന്ന് വലത്തോട്ടാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇടത്തുനിന്ന് വലത്തോട്ട്. ഇനി അള്ളാഹു അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വലത്തുനിന്ന് ഇടത്തോട്ട് അങ്ങ് തിരിച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറുന്ന. അത്രയേ വേണ്ടൂ. അത് ഖിയാമത്തിൻ്റെ അലാമാത്തുൽ കുബ്രയിൽപ്പെട്ടതാണ്, വലിയ അടയാളങ്ങളിൽപ്പെട്ടതാണ്, വലിയ അടയാളത്തിൽപ്പെട്ടതാണത്. തുലൂഉ ശംസി മിൻ മഗ്രിബിഹ, അതൊരു ദിവസം ഉണ്ടാവുള്ളൂ എന്നാ. ഉച്ചവരെ അങ്ങനെ വന്നിട്ട് പിന്നെ ഭൂമി അള്ളാഹു പഴയ പോലെ തന്നെ തിരിക്കും. അപ്പോൾ അത് പഴയ പോലെ തന്നെ പടിഞ്ഞാറിന് ഉദിച്ച സാധനം പടിഞ്ഞാറിന് അസ്തമിക്കും. പിന്നെ സാധാ ദിവസം, പിറ്റേ ദിവസം കിഴക്ക് തന്നെ ഉദയം, പിന്നെയും കിഴക്ക് തന്നെയാണ്. അങ്ങനെ കുറച്ചു കാലം വീണ്ടും ഈ ലോകം ഉണ്ടാവുന്നതാണ്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ അള്ളാഹു ഇതിനെ നശിപ്പിക്കുന്നത്. പക്ഷേ അതങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ നന്നായി പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഞാൻ നന്നായി പടച്ചോനെ. ഗർഗറത്ത് മനുഷ്യൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ചില രോഗങ്ങളൊക്കെ അള്ളാഹു നൽകുന്ന,
അള്ളാഹു നൽകുന്ന ചില റഹ്മത്താണ്, ചില രോഗങ്ങൾ അള്ളാഹു നൽകുന്ന റഹ്മത്താണ്. യാ അല്ലാഹ്, രോഗിയായി കിടക്കുമ്പോൾ ബുദ്ധിയും വിവേകവും അള്ളാഹു നൽകിയിട്ടുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. പടച്ചവനെ മാപ്പാക്കി തരണേ. ഉറപ്പാണിനി എണീറ്റ് നടക്കാൻ കഴിയില്ല, ഉറപ്പാണിനി എനിക്ക് ഓടാനും ചാടാനും ഒന്നിനും എനിക്ക് കഴിയില്ല, തീർന്നിട്ടുണ്ട്, ഞാൻ ഈ വെൻറ്റിലേറ്റർ അങ്ങ് എടുത്താൽ എൻ്റെ കാര്യം കഴിഞ്ഞു എന്ന ബോധത്തിൽ കിടക്കുകയാണ്. പക്ഷേ റൂഹത്ത് ശരീരത്തിലുണ്ട്. തൗബ ചെയ്യാം. അപ്പം ഇരുന്ന് തൗബ ചെയ്താലും അള്ളാഹ് സ്വീകരിക്കും. നേരെ മറിച്ച് കാലിങ്ങ തണുത്തു തുടങ്ങി, മുട്ടുകാലും തണുത്തു തുടങ്ങി, കാലിൻ്റെ ഊരിൻ്റെ താഴെ ഉള്ള പോലെ തോന്നണില്ല, അതിൻ്റെ അർത്ഥം റൂഹ് അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് കയറിക്കൊണ്ട് വരികയാണെന്ന് അർത്ഥം. ഷോൾഡർ വരെ എത്തി, എന്നാലും തൗബ ചെയ്യാം. ഇവിടെ എത്തി, അപ്പം തൗബ ചെയ്താൽ ഇനി കാര്യമില്ല, ഇനി കഴിഞ്ഞു, സമയം കഴിഞ്ഞു. എത്ര നേരം അള്ളാഹു നമുക്ക് സമയം തരുന്നുണ്ട്, എത്ര സമയം. അതുകൊണ്ട് ചില രോഗങ്ങൾ, രോഗിയായി ഉമ്മ 5 കൊല്ലം കടന്നു, 10 കൊല്ലം കടന്നു, അങ്ങനെയൊക്കെ പറയില്ലേ ചിലർ, ഉമ്മ കിടപ്പിൽ തന്നെ ആയിരുന്നു. ആ കാലഘട്ടം അവർ ചെയ്യുന്ന, അവർക്ക് അള്ളാഹു നൽകുന്ന കൂലി എത്രയാണ്, എത്ര കൂലിയാണ്, എത്ര പ്രതിഫലമാണ്. യാ അല്ലാഹ്, തൗബയുടെ വാതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷേ അവസാനം വരെ കാത്തിരുന്ന് ആ സമയത്തിനേക്ക് നന്നാവാം എന്ന് വിചാരിക്കുന്നവർക്കത് കിട്ടൂലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന അസ്സയ്യിആത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗതു ഖാല ഇന്നി തുബ്തുൽ ആൻ. തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞത് ഇപ്പറയുന്ന ആളുകളെക്കുറിച്ചല്ല. ആരാണത്? ലില്ലദീന യഅമലൂന അസ്സയ്യിആത്, തിന്മകൾ ചെയ്ത് നടക്കുകയും ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്, മരണമങ്ങ് ആസന്നമാകുമ്പോൾ ഖാല ഇന്നി തുബ്തുൽ ആൻ, പടച്ചവനെ ഞാൻ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു, തൗബ ചെയ്തിരിക്കുന്നു, ഇനി ഞാനത് ചെയ്യില്ല എന്ന് മരണം വരുമ്പോൾ പറയുന്നവർക്കുള്ളതല്ല. അതതിൻ്റെ മുമ്പ് പറയണം, അതിന് മുമ്പ് ഇപ്പം പറയാം. ഇനി തൗബൻ്റെ ആ ഏടൊക്കെ നിർത്തിട്ട് ഞാൻ ചൊല്ലട്ടെ, അതിനൊന്നും കാത്തിരിക്കേണ്ട. തൗബ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സെക്കൻഡിൽ നമുക്ക് തൗബ ചെയ്യാൻ പറ്റും. അത്തൗബത്തു അന്നദം, തൗബ എന്നത് സങ്കടമാണ്. പടച്ചവനെ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ നിൻ്റെ അദാബിൻ്റെ ഇടമായ നരകം എനിക്കനുഭവിക്കേണ്ടി വരും. അള്ളാഹുവെ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്, എനിക്ക് പുറത്തു തരണേ, ഞാനതിൽ സങ്കടത്തിലാണ് റബ്ബേ, ഇനി ഞാൻ അതിലേക്ക് മടങ്ങൂല, ഇനി ഞാനത് ചെയ്യൂല റബ്ബേ. ഇത് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞോ, അള്ളാഹു ഇത് സ്വീകരിക്കും. ഫഅന ഹബീബുഹും, അള്ളാഹു പറയാം, അവർ തൗബ ചെയ്ത് മടങ്ങിയാൽ അവരെൻ്റെ ഹബീബാണ്. അള്ളാഹു പറയാം, ഞാൻ അവരുടെ ഹബീബാണ്. ഞാൻ അവരുടെ റബ്ബാണെന്ന് മാത്രമല്ല, ഞാൻ അവരുടെ ഹബീബ്. ഒരാൾ ഹബീബൊക്കെ ആണെങ്കിൽ എത്ര കൊല്ലത്തെ പരിചയം വേണം, അപ്പോഴല്ലേ ഹബീബ് എന്ന് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഒരു സെൽഫി ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഹബീബാന്ന് പറയാൻ പറ്റുമോ? പരസ്പരം എത്ര പരിചയം വേണം ഹബീബ് എന്നൊക്കെ പറയണമെങ്കിൽ. ഉസ്മാനെ, വെറുതെ എന്നിട്ട് സെൽഫി എടുത്തിട്ട് ഞാൻ ഭയങ്കര സ്വന്തം ആളാണ്, അങ്ങനെയൊന്നുമില്ലല്ലോ. ഹബീബാവണമെങ്കിൽ എത്ര കൊല്ലത്തെ ബന്ധങ്ങൾ വേണം. അള്ളാഹു പറയാം, ഞാൻ നിങ്ങളുടെ ഹബീബാണ്, ഞാൻ ആ ഹബ്ബ് നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയാൽ. യാ അല്ലാഹ്, വ ഇല്ലം യതൂബു ഫഅന തബീബുഹും, നിങ്ങൾ തൗബ ചെയ്യാതെ നടക്കുകയാണ്, ഞാൻ നിങ്ങളുടെ തബീബാണ്, നിങ്ങളെ ഞാൻ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ 250 മില്ലിൻ്റെ ഗുളിക എഴുതിത്തരും, അത് നടക്കൂല. അപ്പോൾ പിന്നെ 500 എഴുതിത്തരും, പിന്നെ ഡോക്ടർ 750 എഴുതിത്തരും. അപ്പോൾ ചെറിയ പരീക്ഷണം കൊണ്ട് അള്ളാഹു ഇങ്ങനെ തട്ടി നോക്കും, നമ്മളെ ഉണർന്നില്ല. അപ്പോൾ അള്ളാഹു ഒരു 500 ഗുളിക തരും, പിന്നെ ഒന്നുകൂടെ തട്ടി നോക്കാൻ, പിന്നെ ഒരു 750 ആക്കി തരും, പിന്നെ കേസ് കൈവിട്ടു പോകും. അതുകൊണ്ട് ഓരോന്നും നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. ഈ ലോകം അള്ളാഹു നമ്മളെ പടച്ചത് ലിയുസ്ഇദന, അങ്ങനെ ആലിമീങ്ങൾ പറയാം, നമ്മളെ സന്തോഷിപ്പിക്കാനാണ് ഈ ലോകം അള്ളാഹു പടച്ചത്, നമ്മളെ ഇടങ്ങേറാക്കാനല്ല. നമ്മൾ പറയില്ല, എന്തിനാ ഇപ്പോൾ അള്ളാഹു എന്നെ പടച്ചത്? നിന്നെ സന്തോഷിപ്പിക്കാനാണ് നിന്നെ പടച്ചത്. ലിതസ്അദ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷിക്കണം, അതിനാണ് അള്ളാഹു പടച്ചത്. എന്തിനാ ഈ തെറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞത്? നിനക്ക് സമാധാനം വരാൻ. എന്താ തെറ്റ് ചെയ്താൽ നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന റൂഹിന് പനി വരും, റൂഹിൻ്റെ ടെമ്പറേച്ചർ കൂടും, നിൻ്റെ റൂഹിന് വൈവറിങ് വരും, നിൻ്റെ റൂഹ് അവിടെ കിടന്ന് ബുദ്ധിമുട്ടാകും. എന്തേ? റൂഹിനെയാണ് നീ വേദനിപ്പിക്കുന്നത്. നീ എന്നത് റൂഹും നിൻ്റെ ശരീരവും രണ്ടും കൂടുമ്പോഴാണ്. ആ റൂഹങ്ങ് പോയാൽ നീ എന്നെപ്പറ്റി മരിച്ചു എന്നാണ് പറയുക. അതുകൊണ്ട് നിൻ്റെ റൂഹിനെ നീ ഹേർട്ട് ചെയ്യരുത്. റൂഹിനെ ഹേർട്ട് ചെയ്യുമ്പോൾ അത് നിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. അപ്പോൾ നീ അപ്സെറ്റ് ആവും, നീ ഡിപ്രസ്ഡ് ആവും, നിൻ്റെ ബാലൻസ് നഷ്ടപ്പെടും.
അതിനല്ലേ അള്ളാഹു തെറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞത്, അതിനല്ലേ അള്ളാഹു നിങ്ങളോട് തൗബ ചെയ്യണമെന്ന് പറഞ്ഞത്, നമ്മളെ സന്തോഷിപ്പിക്കാനാണ്. ആ തൗബയിലൂടെ ഒരു സന്തോഷം വരാനുണ്ട്. അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുമ്പോൾ ഒരു സന്തോഷം. ലനുഹിയന്നഹും ഹയാത്തൻ ത്വയ്യിബ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം അതാ. എന്താ കുറേ നന്നായി ജീവിച്ച എന്താ കിട്ടാൻ പോണത്? നാളെ സ്വർഗം. ഇവിടെ കിട്ടാൻ പോകുന്നത് എന്താണ്? ഹയാത്തൻ ലനുഹിയന്നഹും ഹയാത്തൻ ത്വയ്യിബ, ഏറ്റവും സന്തുഷ്ടമായ ജീവിതം അള്ളാഹു നമുക്ക് നൽകും. അതിനല്ലേ നമ്മളിപ്പോൾ ഓടി കളിച്ച് നടക്കുന്നത്, സന്തോഷം കിട്ടാൻ വേണ്ടി. അത് അള്ളാഹുവിൻ്റെ അനുസരണയിൽ തരുന്നല്ലേ പടച്ചവൻ പറയുന്നത്. അതുകൊണ്ട് നമ്മളെ പടച്ചത് നമ്മളെ ബുദ്ധിമുട്ടാക്കാനല്ല അള്ളാഹു നമ്മളെ പടച്ചത്. അള്ളാഹു നമ്മളെ പടച്ചത് ഖലഖനാ ലിയുസ്ഇദന, നമ്മളെ സന്തോഷിപ്പിക്കാനും വിജയിപ്പിക്കാനുമാണ്. എവിടെ? ഫിദ്ദുന്യാ വൽ ആഖിറ, ഈ ദുന്യാവിലും നാളെ ആഖിറത്തിലും. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.